तो बच्चों नमस्कार, आप सभी लोगों का फिर से स्वागत है मेरे YouTube चैनल E4 एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस पाठ भाग का नाम है इच्चू और बिनिया। इस कहानी के द्वारा हमें लेखक ये शिक्षा देना चाहते हैं कि एकता में ही बल है। मतलब हमें मिलजुल कर रहना है, सबके साथ प्रेम के साथ रहने से हमारा कोई कुछ नहीं बिगाड़ सकता है। तो बिना गवाए हम चलेंगे कहानी की ओर। ഹായ് കുട്ടികളെ നമസ്കാരം, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ E4 എഡ്യൂക്കേഷനിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് ഇച്ചു ഓർ ബിനിയ. ഈ പാഠഭാഗത്തൂടെ നമ്മൾക്ക് ലേഖകൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കണം. ഒത്തൊരുമയുള്ളവർക്ക് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ കഥയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമ്മൾക്കൊരു കഥയിലേക്ക് പോവാം. लकड़ियों का गट्ठर। किसी गांव में एक जमींदार रहता था। वह इतना अमीर था कि गांव के सभी लोग उसे सबसे सुखी इंसान समझते थे, परंतु यह बात गलत थी। उसके 3 बेटे थे जो थे तो बहुत सुंदर, परंतु वे आपस में हमेशा झगड़ते रहते थे। उनकी आपस में बिल्कुल नहीं बनती थी। एक दिन उसके दिमाग में एक विचार कौंधा। वह लकड़ियों का एक गट्ठर ले आया। उसने अपने बेटों को बुलाया और उन्हें बारी बारी से उस गट्ठर को तोड़ने के लिए कहा। प्रत्येक ने अपनी पूरी शक्ति लगा दी, परंतु उनमें से कोई भी उस गट्ठर को तोड़ ना पाया। आखिर उन्होंने हार मान ली। जमींदार ने फिर उस गट्ठर को खोल दिया और उन्हें कहा, इन्हें एक एक कर तोड़ दो। यह कार्य तो आसान था। यकीनन उन्होंने यह कार्य बहुत सुविधापूर्वक ढंग से पूरा कर दिया। बड़े बेटे ने उत्सुकता पूर्वक पूछ ही लिया, बेबात, आपने हमें इसे तोड़ने के लिए क्यों दिया? जमींदार मुस्कुराया और बोला, बच्चों, तुम भी इन लकड़ियों की तरह हो। याद रहे कि जब तक इकट्ठे हो, तुम्हारा आपस में प्यार है, तुम किसी भी तरह के संकट का सामना कर सकते हो। कोई भी तुम्हारा कुछ नहीं बिगाड़ सकता। परंतु यदि तुम इसी तरह लड़ते रहोगे और बटे रहोगे तो इन्हीं लकड़ियों की तरह तुम भी टूट जाओगे। तीनों बेटों को बात समझ में आ गई कि उनके पिता उन्हें क्या समझाना चाहते थे, और फिर उन्होंने कभी आपस में ना लड़ने का वचन दिया। तभी तो कहा जाता है, एकता में बल है। तो बच्चों, आप लोगों को कहानी पसंद आया? इस कहानी में हमें क्या सीख मिलती है? हाँ, सही कहा, एकता में ही बल है। यानी एकता के साथ रहने से हमें कोई भी कुछ नहीं कर सकता. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ കഥ കണ്ടില്ലേ? കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നമ്മൾക്ക് എന്താണ് പഠിക്കേണ്ടത്? ശരിയാണ്, ഏകതാ മേ ഹി ബൽ ഹെ. അങ്ങനെ പറഞ്ഞാൽ ഒത്തൊരുമയോടെ നിന്നാൽ നമ്മൾക്ക് എല്ലാം നേടിയെടുക്കാനാണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് കഥയിലേക്ക് പോവാം. तो अब हम कहानी की ओर जाएंगे. कहानी का नाम इच्चू और बिनिया और इसके रचयिता हैं ശശി സബ്ലോഗ്. കഥയുടെ പേര് ഇച്ചു और बिनिया. ഇത് എഴുതിയത് ശശി സബ്ലോഗ്. ഇച്ചു, ये चींटियाँ मिठाई कैसे ढूंढ लेती है? അപ്പോൾ ഇച്ചുവിനോട് ആര് ചോദിക്കുകയാണ്? ബിനിയ ചോദിക്കുകയാണ്, ഇച്ചു, ഈ ചീണ്ടിയാ മിഠായി കൈസേ ढूंढ लेती, എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? കൈസേ ढूंढ लेती है. കൈസേ ढूंढ लेती എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയുന്നത്? घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच जाए तो सब वो बता देती. അപ്പം എന്താണ് ഇച്ചു പറഞ്ഞ്? घूमते घूमते, നീ കറങ്ങി കറങ്ങി, അഗർ कोई चींटी, ഏതെങ്കിലും ഒരു ഉറുമ്പ്, ചീണ്ടി എന്ന് പറഞ്ഞ ഉറുമ്പ്, മിഠായി കെ പാസ്, മിഠായിയുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ, तो सबको बता देते, എല്ലാവർക്കും അത് വിവരം കൊടുക്കും. ആരാണ് ആ മിഠായി കണ്ട ഉറുമ്പ്, അത് മറ്റുള്ള ഉറുമ്പിന് എന്ത് ചെയ്യും? ആ വിവരം കൊടുക്കും എന്നാണ് പറയുന്നത്. ഓ അക്കേല തോടാ ഹി ഖാ സക്തി, ഒരു ഉറുമ്പിനെ ഒറ്റയ്ക്ക് അല്പം മാത്രമാണ് കഴിക്കാൻ സാധിക്കുള്ളൂ. സബ് മിൽക്കർ ഖാത്തി ഹെ, എല്ലാവരും ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത്. മിൽക്കർ ഘർ ബനാത്തി, എല്ലാവരും ഒരുമിച്ചാണ് വീടുണ്ടാക്കുന്നത്. മിൽക്കർ രഹത്തി ഹെ, ഒരുമിച്ചാണ് താമസിക്കുന്നത്. തബ് തോ മുജേ ബി ചീണ്ടി ബന്നി ഹെ, ബനിയ ബോളി. അപ്പോൾ എനിക്കും ഉറുമ്പായാൽ മതി, ബനിയ പറഞ്ഞു. ബനിയ ബോളി എന്ന് പറഞ്ഞാൽ ബനിയ പറഞ്ഞു. ഇച്ചു തുജ്കോ ക്യാ ബന്നാ ഹെ, ഇച്ചു
നിനക്ക് എന്താണാവുന്നത്, ക്യാ ബന്ന ഹൈ, നിനക്ക് എന്താണാവുന്നത്. മുജ്കോ പാനി മേ മജേ സേ പടാ രഹന അച്ഛാ ലഗ്ത, എനിക്കിങ്ങനെ വെള്ളത്തിൽ മലർന്ന് കിടക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ആര് പറഞ്ഞേ, ഇച്ചു പറഞ്ഞു. നേത്തോ ഭേൻസ് ബനൂങ്ക, ഞാൻ എന്താവും, എനിക്ക് എരുമയായാൽ മതി, ഞാൻ ഇച്ചു പറയുന്നത്. അപ്പം നമ്മൾക്ക് മുമ്പിലേക്ക് നോക്കാം. തുജ്കോ ദൂത് അച്ഛാ ലഗ്താ ഹൈ നാ ബനിയ, എനിക്ക് പാല് കുടിക്കേണ്ട ഇഷ്ടമല്ലേ ബനിയെ. ആര് ചോദിക്കുകയാണ്, ഇച്ചു ബനിയനോട് ചോദിക്കുകയാണ്. തൂ ദൂത് പീനെയാന, നീ പാല് കുടിക്കാൻ വരണം. पर तब तो मैं चींटी होंगे, അപ്പം ബനിയ പറയാ, അപ്പനാണ് ഇരുമ്പല്ലേ, ഞാൻ എങ്ങനെയാ പാല് കുടിക്കുക. मैं दूध कैसे पी सकती हूँ, ഞാൻ എങ്ങനെയാണ് പാല് കുടിക്കുക. दूध എന്ന് പറഞ്ഞാൽ പാല്, कैसे पी सकती हूँ, എങ്ങനെയാണ് കുടിക്കുക. ബനിയ ബോലി, ബനിയ പറഞ്ഞു. अच्छा तो भैंस छोड़ो, എന്നാ ശരി എരുമയാവണ്ട. मैं गन्ना बन जाता हूँ, ഞാൻ എന്താവാ, കരിമ്പാവാ. गन्ना बन जाता हूँ, गन्ना എന്ന് പറഞ്ഞാൽ കരിമ്പാവാ, ഷുഗർ കെയിൻ ആവാനാണ് പറഞ്ഞത്. ഇച്ചു സോസ്റ്റേ ഹുവാ പോലെ, കുറച്ച് ചിന്തിച്ചും കൊണ്ട് പറഞ്ഞു. തബ് തു റസ് പീനാണ്, അപ്പം ഈ ഇന്ത്യയിലെ മധുരം കുടിക്കാൻ വരണം എന്ന് പറയാണ്, ബനിയനോട് പറയണം. അപ്പം ഈ എന്താണ്, ഇന്ത്യയിലെ മധുരം കുടിക്കാൻ വരണം, എന്താ ജ്യൂസൊക്കെ കുടിക്കാൻ വരണം. നഹി മേ അക്കേല നഹി ഹം ബഹുത് സാരി ചീന്തിയാ ആയെങ്കിൽ, അപ്പം എന്താണ് ഇതിൻ്റെ, ഇല്ല ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ കുറേ ഉറുമ്പുകൾ കൂടി വരാം അല്ലേ. എപ്പോഴും പറഞ്ഞു, മുമ്പേ പറഞ്ഞല്ലേ, ഉറുമ്പുകൾ കൂട്ടം കൂടിയിട്ടാണ് എന്തെങ്കിലും ഭക്ഷിക്കാനൊക്കെ പോവുക, അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോവാണ് മുമ്പേ പറഞ്ഞു. ബനിയ പോൽ അരേ നെഹി ഗുദ്ഗുരി, അപ്പം എന്താ പറയുന്നത്, ഇച്ചു പറയുന്നത്, വേണ്ട വേണ്ട, എനിക്ക് ഇക്കിളിയാവും. നിങ്ങൾ എല്ലാ ഉറുമ്പുകളും വന്നിട്ട് എൻ്റെ മേത്ത് കയറിയ എനിക്ക് ഇക്കിളിയാവും. ഗുദ്ഗുദി ഹോഗി, ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കിളിയാവും. തൂത്തോ ഗന്ന ഹോഗ, ഈ കരിമ്പല്ലേ. ഗുദ്ഗുദി നഹി ഹോഗി, എനിക്ക് ഇക്കിളിയൊന്നും ആവില്ല. ബനിയ പറയാൻ, ഈ കരിമ്പല്ലേ, എനിക്ക് ഇക്കിളി ഒന്നും ആവില്ല. നഹി ഹോഗി, ആവില്ല. അരേ ഗുദ്ഗുദി ഹി നഹി ഹോഗി, ഇക്കിളി ആവേ ഇല്ല. ഗുദ്ഗുദി ഹി നഹി ഹോഗി എന്ന് പറഞ്ഞാൽ ഇക്കിളി ആവേ ഇല്ല. ഏ ബി കൊയ് ബാത് ഹുവി, ഇതും വല്ല കാര്യമാണോ. മുജെ നഹി ബന്ന ഗന്ന വന്ന, അപ്പം എന്താണ് അവൻ ഇച്ചു പറയുന്നത്, എനിക്ക് നീ കരിമ്പൊന്നും ആവണ്ട. മേട്ടോ ചീൻറ്റി ഹി പഞ്ചാത്ത, എനിക്ക് ഉറുമ്പായാൽ തന്നെ മതി അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പം നീ മുളിക്ക് നോക്കാം. ദോനോ സാത്ത് സാത്ത് രഹെങ്കിൽ, നമ്മൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് നടക്കാം. ചീനി വീനി ഖാത്തിരേങ്കെ, പഞ്ചസാരയൊക്കെ ഇങ്ങനെ കഴിച്ച് ഒരുമിച്ച് ഇങ്ങനെ നടക്കുക. ഘൂമേങ്കെ ഫിരേങ്കെ, അങ്ങനെ ചുറ്റി നടക്കുക. ഘൂമേങ്കെ ഫിരേങ്കെ നഹി നഹി അപ്പം തോ ബനിയ ഇച്ചു ഹി ബൻകർ രഹെങ്കെ, വേണ്ട വേണ്ട, നമ്മൾക്ക് ബനിയ ഇച്ചു തന്നെ ആയാൽ മതി, ഒന്നും ആവണ്ട. നമ്മൾ എന്താണോ അതന്നെ ആയി നടന്നാൽ മതി. കബി കബി തോടി ദേർക്കോ ചീൻറ്റി, ചിലപ്പോഴൊക്കെ ഉറുമ്പാവാ, ഗന്ന കരിമ്പാവാ, ഭേൻസ് അല്ലേ, എരുമയാവാ, സൂവർ പന്നിയാവാ, ബഞ്ചായ കരയെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾക്ക് അതുമാവാം. ചീൻറ്റി ഗന്ന ഭേൻസ് സൂവർ ബനിയ ഇച്ചു സബ് ബറാബർ. ഇതെന്താണ് ലാസ്റ്റ് ബനിയ പറയുന്നൊരു വരിയുണ്ടല്ലേ. ഉറുമ്പായാലും കരിമ്പായാലും എരുമയായാലും പന്നിയായാലും എല്ലാം ഒരുപോലെയാണ്. ബറാബർ, ബറാബർ എന്ന് പറഞ്ഞാൽ എല്ലാവരും. ബനിയാബി ജോർസെ പോലി, ബനിയും ഉറക്കെ പറഞ്ഞു. അപ്പം ലാസ്റ്റ് വരിയിലാണ് ഇതിൻ്റെ ആശയം കിടക്കുന്നത്. എല്ലാം ഒരുപോലെയാണ്. നമ്മൾ എന്തായാലും നമ്മളെല്ലാത്തിനും മഹത്വം കൊടുക്കണം. നമ്മൾ ഓരോരുത്തരെയും ഓരോ രൂപം തന്നെ ഈശ്വരൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ ജീവികൾക്കും അതിൻ്റെതായ മഹത്വം കൊടുക്കണമെന്നാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പാഠഭാഗമൊക്കെ എല്ലാം പോലെ പഠിക്കാൻ. നമ്മൾക്ക് വീണ്ടും പുതിയൊരു പാഠഭാഗത്തിൻ്റെ വീഡിയോ ആയി കണ്ടുമുട്ടുക. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.